നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കളോടും മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളൊരു ഡിസംബർ ജനുവരി സമയമാകുമ്പം കുട്ടികൾ ഇന്ന് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് തരത്തിലുള്ള കൺഫ്യൂഷൻസും ആദികളും ഉണ്ട്. സാറേ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയാണോ? സാർ, എനിക്ക് ആ കാര്യം അറിയില്ല, ഈ കാര്യം അറിയില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന പാഠത്തിൽ നിന്ന് 200-300 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള ടെൻഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. മക്കൾ, അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കോട്ടം സംഭവിച്ചിട്ടുള്ളത് നമ്മളെ അറിവിനല്ല, മറിച്ച് നമ്മളെ കോൺഫിഡൻസ് ആണ് ഡിപ്പായിട്ടുള്ളത്. സോ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് ഈ പറയുന്ന മറന്നുപോലും ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള തോന്നലൊക്കെ. ഇതിനൊക്കെ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ കാമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോയിട്ടില്ല, നിങ്ങൾ അറിവ് സീറോ അല്ല, മറിച്ച് ചെറിയൊരു ടച്ചപ്പ് വർക്ക് നടത്തിയാൽ, ചെറിയൊരു റിവിഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങളൊക്കെ മുഴുവനാക്കി ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതിനെ ഒന്നിരുന്നു കൊണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഇനി നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് സമയം ചിലവഴിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ എൻ്റെ മക്കൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, നമ്മുടെ മക്കൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മെത്തേഡ് ഉണ്ട്. PYQs അവർ അവസാനമാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നല്ലൊരു പ്രവണത തന്നെയാണ്. നമ്മളെ മെറ്റീരിയലിലുള്ള, നമ്മളെ ഗൈഡിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ PYQ ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10,000 കണക്കിന് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നമ്മൾ ചെയ്ത് തീർക്കണം. സോ അത് ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളെ ഫോക്കസ് ഒന്ന് PYQസിലോട്ട് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. സോ പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ ദാറ്റ്. ആൻഡ് ഫൈനലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കുട്ടിയോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, മക്കളെ, നിങ്ങൾ നീറ്റിനെ ലൈഫായിട്ട് ഇക്വേറ്റ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു ചെറിയ ജേണി മാത്രമാണ്. അല്ലേ, നമ്മളെപ്പോഴും ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന സമയത്ത്, ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? ഈ സമയം കടന്നു പോകും. സോ ഈ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, കാമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം കാമായിട്ട് പഠിക്കുക. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ കീപ് ലേണിംഗ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ.